ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം. ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാട്ട് എ വണ്ടർഫുൾ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്. ഇത് കർത്താവ് നമുക്കായി ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നമുക്ക് സന്തോഷിച്ച് ആനന്ദിച്ച് കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ഓരോ ദിവസവും തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നടത്തുന്നത്, അല്ലെ? യേശു പറഞ്ഞൊരു വാക്ക്, ഇസ്രായേലിനെ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ മറയ്ക്കുവാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കർത്താവിന് എപ്പോഴും തന്റെ മക്കളെ മറച്ചു പിടിക്കുന്നതാണ് കർത്താവിന് ഇഷ്ടം. പ്ലീസ്, ഇന്ന് പ്രഭാതത്തിലും ആ കർത്താവിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവന്റെ സ്നേഹം ഒരിക്കലും മാറത്തില്ല, അവന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറത്തില്ല. കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോമിസ് ഈസ് ഫോർ എവർ. ഒരു ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്ലീസ്, ചിലരൊക്കെ പറയും, ബ്രദറെ ഞാൻ ഇന്ന ഒരു കാര്യം കേട്ടു, എന്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടില്ല. അത് വരും നിശ്ചയം, അതിനൊരു സമയമുണ്ട്. എന്റെ കർത്താവിന്റെ പ്രവൃത്തികളെല്ലാം എപ്പോഴും ഓൺ ടൈമാണ് കർത്താവ് ചെയ്യുന്നത്, തക്ക സമയത്ത്. എനിക്ക് ആ വചനം ഭയങ്കര ഇഷ്ടമാണ്. തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിൽ താണിരിക്കും. പ്ലീസ്, ഹി വിൽ ലിഫ്റ്റ് യു ഇൻ ഡ്യൂ ടൈം. അതിന്റെ ഓൺ ടൈം ആയിരിക്കും. കർത്താവ് ഒരിക്കലും താമസിക്കത്തുമില്ല, ഒരിക്കലും കർത്താവ് ഒന്നും നേരത്തെയും ചെയ്യത്തില്ല. മൈ ഗോഡ് ഇസ് എൻ ഓൺ ടൈം ഗോഡ്. തക്ക സമയത്തിന്റെ കർത്താവാണ്. പ്ലീസ്, അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് ഇരിക്കണം. അവന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറത്തില്ല. ഈ പ്രോമിസ് എന്ന് പറയുമ്പം നോക്ക്, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ. പലപ്പോഴും നമ്മൾ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പം ഈ എപ്പോഴും അതിനെ സാമ്പത്തികമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ, ഇറ്റ് ഈസ് സ്പിരിച്വൽ. നമ്മള് എഫെസ്യ ലേഖനത്തിൽ വായിക്കുക, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാണ്. ആൻഡ് ഇറ്റ് ഈസ് ജനറേഷണൽ, തലമുറകളിലോട്ട് പാസ് ചെയ്യുന്ന അനുഗ്രഹമാണ്. ഒരു കേവലം ഈ നമുക്ക് വാഗ്ദത്തത്തിന്റെ വലിപ്പമോ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ആ വാക്കിന്റെ വലിപ്പമോ നോക്ക് ഈ മനുഷ്യബുദ്ധിക്ക് അളക്കാൻ സാധിക്കത്തില്ല. ദൈവം ഈ നോക്ക് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ നോക്ക് അടുത്ത 1000 തലമുറ, നമുക്ക് 1000 തലമുറ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഇമാജിനേഷനൊക്കെ ഒത്തിരി വെളിയിലാണ്. പക്ഷേ പ്രൈസ്, ദൈവം അത് കണ്ടു. ദൈവം അത് കണ്ടുകൊണ്ടാണ് ഇതിന്റെ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ 1000 തലമുറയ്ക്ക് അപ്പുറം കർത്താവ് കണ്ടുകൊണ്ടാണ് അത് പറഞ്ഞത്. കർത്താവിന്റെ വാക്ക് ഒരിക്കലും മാറത്തില്ല. ഈ പ്രഭാതത്തിൽ അതുകൊണ്ട് ധൈര്യത്തോടെ വാക്ക് പറഞ്ഞവൻ, ഈ ദൈവവചനത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഫോർ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അതിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. അത് റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തി, അത് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരു വ്യക്തി. പ്ലീസ് നോക്ക്, ഇതിന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് ഒരു വ്യക്തി ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എങ്കിൽ ദ പ്രോമിസ് ഇസ് യുവേഴ്സ്. ആ വാഗ്ദത്തം നിങ്ങളുടെയാണ്. പ്ലീസ്, ആൻഡ് ഗോഡ് വിൽ നെവർ ഫെയിൽ യു, ഗോഡ് വിൽ നെവർ പുട്ട് യു ഡൗൺ. ഒരിക്കലും നിങ്ങൾ താഴ്ന്നു പോകാനോ, ഒരിക്കലും നിങ്ങൾ നിന്ദിക്കപ്പെടാനോ, ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കപ്പെടാനോ, നമ്മുടെ മക്കൾ എവിടെയെങ്കിലും തകരണമെന്നോ നിന്ദിക്കപ്പെടണമെന്നോ നമ്മൾ ആഗ്രഹിക്കുമോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കത്തില്ലെങ്കിൽ സ്വർഗത്തിലെ പിതാവ് അതിനേക്കാളൊക്കെ എത്രയോ അധികം ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ എത്ര അധികം നന്മ കൊടുക്കും, എത്ര അധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. എന്റെ കർത്താവ് എന്റെയും നിങ്ങളുടെയും മുഖം കുനിയുന്നതോ താഴുന്നതോ, ഞാൻ നിങ്ങൾ നിരാശപ്പെട്ട് ദുഃഖിച്ച് താടിക്ക് കൈകൊടുത്തിരിക്കുന്നോ ഒന്ന് കാണാൻ കർത്താവിന് ഇഷ്ടമല്ല. പ്ലീസ് ലോ, എന്റെ മുഖം ചിരിക്കുന്ന മുഖമാകെ കാണാനാണ് കർത്താവിന് ഇഷ്ടം. ഞാൻ സന്തോഷമുള്ള ഒരു വ്യക്തിയാകാനാണ് കർത്താവിന് ഇഷ്ടം. എന്റെ വിശ്വാസം ഇന്നത്തെ വിശ്വാസത്തെക്കാൾ നാളെ എന്റെ വിശ്വാസം ബെറ്റർ ആകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ നോക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. റീച്ചാൻ പറഞ്ഞതുപോലെ 2 കൊരിന്ത്യർ 1:20 പറയുന്നത് പോലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവെന്നത്ര. എത്ര വാഗ്ദത്തങ്ങൾ ഈ ബൈബിളിൽ ഉണ്ടോ അത് ഊവെന്നോ ആമേനെന്നോ മാത്രമാണ്. ആ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറിപ്പോകത്തില്ല. ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, എന്നാൽ എന്റെ വചനമോ നിലനിൽക്കുമെന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട്. അതുപോലെ ആ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറത്തില്ല. കർത്താവിന്റെ വാക്ക് ഒരിക്കൽ ഉവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നൊന്നും അല്ല.
ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. കർത്താവ് ഏത് പ്രതിസന്ധി വന്നാലും പിറുപിറുക്കാതെ തള്ളിക്കളയാത്ത ഒരു കർത്താവ് നമുക്കുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ നമ്മളുടെ വിചാരം കർത്താവ് നമ്മളെ കൈവിട്ടെന്നല്ല, കൈവിടത്തില്ല. ആ വാഗ്ദത്തം എത്ര ഉറപ്പോടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, എല്ലാ നാളും ലോക അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ വാക്ക് പറഞ്ഞ് കർത്താവിന്റെ വാക്കിലൊന്നും നമുക്ക് വിശ്വസിക്കാൻ മേലെ. ആ കർത്താവിലൊന്ന് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുന്ന വിശ്വാസം എന്നോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അപ്പൊ ഈ വാഗ്ദത്തങ്ങൾ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. സാഹചര്യമൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷെ കാണുന്ന ഒരു ദിവസമുണ്ട്, വാഗ്ദത്തം നിറവേറുന്ന ഒരു ദിവസമുണ്ട്. ജോസഫ് ഒരു സ്വപ്നം കണ്ടു അല്ലെ, തന്റെ കറ്റയെ 11 പേരുടെ കറ്റകൾ വണങ്ങുന്ന ഒരു സ്വപ്നം, ഒരു വാഗ്ദത്തം. സൂര്യനും ചന്ദ്രനും എല്ലാം തന്നെ വണങ്ങുന്ന ഒരു സ്വപ്നം താൻ കണ്ടു. അത് താൻ വിളിച്ചു പറഞ്ഞു സ്വപ്നം. തനിക്ക് അതിന്റെ അർത്ഥമൊന്നും അന്നറിയത്തില്ലായിരുന്നു. പക്ഷെ കാലം എത്ര കഴിഞ്ഞാലും താൻ ജയിലിലായാലും തന്റെ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ് പൊട്ടക്കിണറ്റിലിരുന്നു, പോർത്തിഫറിന്റെ ഭവനത്തിലായി, വലിയ പ്രതികൂലങ്ങളിലൂടെ താൻ നടന്നപ്പോഴും ആ വാഗ്ദത്തം ജീവിക്കുമായിരുന്നു. അവസാനം തന്നെ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കി മറ്റുള്ളവർ വന്ന്, ആ സഹോദരങ്ങൾ വന്ന് തന്നെ വണങ്ങി ആ വാഗ്ദത്തം നിറവേറി. നിങ്ങളുടെ ജീവിതത്തിലും ചില വാഗ്ദത്തങ്ങളൊക്കെ ചില ദൈവദാസന്മാരോ അല്ലെ നിങ്ങളെ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുത്തും കാണും. ഇന്ന് ആ വാഗ്ദത്തം ഒന്നും നിറവേറിയിട്ടില്ലായിരിക്കും. നിങ്ങളുടെ ചുറ്റിനും ആ പ്രതികൂലങ്ങൾ തന്നെ ഇപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് ജോസഫിന്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ അത് താൻ കർത്താവിന്റെ കൂടെ നടന്നെന്നായിരിക്കുന്നത്. ദൈവത്തിന്റെ കൂടെ നടന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴും, അറിയാത്ത തെറ്റുകളൊക്കെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളിലൂടെയൊക്കെ താൻ കടന്നു പോയപ്പോഴും താൻ അതിനൊന്നും വീണു പോയില്ല, പെറുപിറുത്തില്ല. ജയിലിലായിരുന്നപ്പോഴും പലരും തന്നെ മറന്നുപോയി. പക്ഷെ മറക്കാത്ത വാഗ്ദത്തം ചെയ്ത കർത്താവ് തന്നെ ഓർക്കുന്നുണ്ടായിരുന്നു. തക്ക സമയത്ത് നിറയിച്ചാൻ തുടങ്ങിയതുപോലെ തക്ക സമയമായപ്പോൾ തന്നെ ഉയർത്തി മാനിച്ചു. അതുപോലെ തക്ക സമയത്ത് ആ തക്ക സമയം എന്ന് പറയുന്നത് ഇപ്പോഴായിരിക്കാം, നാളെ ആയിരിക്കാം, എപ്പോഴാണെന്ന് അറിയത്തില്ല. പക്ഷെ തക്ക സമയമാകുമ്പോ ഉയർത്തി മാനിക്കുമെന്നേ, അത്ഭുതം നടക്കുമെന്നേ, കർത്താവിന്റെ മഹത്വം ഇറങ്ങുമെന്നേ. വാഗ്ദത്തം ഒരിക്കലും നഷ്ടപ്പെട്ട് നശിച്ചും പോകത്തില്ല. വാഗ്ദത്തം അതിന്റെ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. വാഗ്ദത്തം മാറിപ്പോകും. പറയുന്ന ഒരു കാര്യം, പ്രോമിസ് വിൽ നെവർ ഡൈ. നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടാല് നമ്മൾ അന്നേരം അതൊന്നും അതിന്റെ ഫലമൊന്നും കാണത്തില്ല. നമ്മൾ കാത്തിരിക്കും അല്ലെ, വെള്ളം ഒഴിച്ചു കൊടുക്കും, വളമിട്ട് കൊടുക്കും, നോക്കത്തില്ല. ഇതന്നെ ഒരു തെങ്ങും തൈ കുഴിച്ചു വെച്ചിട്ട് ഈ നാളെ ചെന്ന് ഇതന്നെ തേങ്ങ ഉണ്ടാകാത്തെന്ന് നമ്മൾ പറയത്തില്ല. തേങ്ങ കുഴിച്ചു വെച്ചിട്ട് കിളിപ്പ് മേളിലോട്ട് വരുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോ അതെ തേങ്ങ കാണുന്നില്ലെന്ന് നമ്മൾ ആരെങ്കിലും പിറ്റേ ദിവസം പറയുമോ? ഇല്ല, നമുക്കറിയാം അത് ഇത്ര നാളെടുക്കും, അതിന് ഇന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം, വളം കൊടുക്കണം. അതിന്റെ വേറൊരു ഭംഗിയുണ്ട് കേട്ടോ. അതിന്റെ ഈ നമ്മളൊരു സീഡ് ഇടുമ്പം അതിന്റെ വേറൊരു ഭംഗിയുണ്ട്. ഈ സീഡ് മണ്ണിന്റെ അകത്ത് കിടക്കുമ്പം മേളിലോട്ടൊന്നും നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. വെള്ളം ഷിന പറഞ്ഞ പോലെ വെള്ളമൊക്കെ, പക്ഷെ കാണാത്ത മണ്ഡലത്തിൽ താഴോട്ട് ആദ്യം വേരാ വരുന്നത്, പിന്നെ ആ മുള വരുന്നത്. ആദ്യം താഴോട്ടാണ് കിളപ്പ് വരുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോ എന്നാ ഒന്നും കാണുന്നില്ല. ഇത് കുഴിച്ചു വെച്ചു, വെള്ളം ഒഴിച്ചു, ഒന്നും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. പക്ഷെ അതുപോലെയാണ് ചിലതൊക്കെ കാണാത്ത മണ്ഡലത്തിൽ കൊടുക്കൽ വാങ്ങൽ നിങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുണ്ട്. താഴോട്ട് ചിലത് വേരൊക്കെ ഇറക്കിക്കോണം. വചനത്തിലോട്ട് വേരൊക്കെ ഇറക്കിയാല് വിടുതല് അവനിൽ വേരൂന്നി തഴച്ചു തന്നെ ഇരിക്കും. ഒരിക്കലും വാടിപ്പോത്തില്ല. എന്തെല്ലാം പ്രതികൂലങ്ങളും വന്നാലും നിങ്ങളുടെ വേര് ആ കർത്താവിലും വചനത്തിലുമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കർത്താവിനെ കുറ്റം പറയാൻ പോലും പറ്റത്തില്ല. ചിലരൊക്കെ ചില സാഹചര്യം വരുമ്പോ അങ്ങ് പെറുപിറുക്കോ, അയ്യോ ഞാൻ ഇങ്ങനെയായി, ഞാൻ എന്റെ ജീവിതം ഇങ്ങനെയായി, ഞാൻ കുറ്റം പറയുന്നതെന്ന് പറയുമ്പോ എന്നാലും ഞാൻ ആ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കുമ്പം പുള്ളി കർത്താവിന് വേണ്ടി ഏതാണ്ടെല്ലാം ചെയ്തെന്നാണ്. കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്തോ അതോ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തോ?
ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. പുള്ളി ഏതാണ്ടെല്ലാം കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി, എന്നാ പിന്നെ ആ ക്രൂശിലൂടെ ആ പുള്ളിയെ കയറി. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. സ്വന്തം പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ദാനമായി തന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ കർത്താവിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും പറയാം, പെറുപിറുക്കത്തില്ല. പെറുപിറുത്ത പിന്നെയും അവിടെ യഥാർത്ഥ സ്നേഹം ഒരു താങ്ക് യു മാത്രമേ പറയൂ. കർത്താവെ, ഏത് സാഹചര്യത്തിലാണ് പലപ്പോഴും എന്നാ താങ്ക് യു പറയാൻ കാരണം അർഹതയില്ലായിരുന്നു, പക്ഷേ യോഗ്യതയില്ലായിരുന്നു. ഒന്നും പുകഴാനില്ല, ഒന്നിനും അഹങ്കരിക്കാനില്ല. പണ്ട് ഈ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എന്തോ ആണെന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമല്ല എന്ന് പിടികിട്ടിയത് കർത്താവിനെ അറിഞ്ഞപ്പോഴാണ്. ഹി ഡിഡ് എവറിത്തിങ് ഫോർ അസ്. എനിക്കും നിങ്ങൾക്കും എന്റെ ജീവനും ഭക്തിക്കും വേണ്ട സകലതും എന്റെ കർത്താവ് ദാനമായി തന്നു, അല്ലേ? ഇന്ന് ആ കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരൊറ്റ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലും താന്നു പോകത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. വാഗ്ദത്തം ഇന്ന് ഷിന വായിച്ച പോലെ അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ ഉവ്വ് ആമീന. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോമിസ് ഇവരോട് പറഞ്ഞാലോ, ഒരു വാഗ്ദത്തം. ഇന്ന് രാവിലെ കർത്താവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു പ്രോമിസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെന്ന്? ആ പ്രോമിസ് വേണോ? ആ പ്രോമിസ് വേണമെങ്കിൽ പിടിച്ചോ. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണ്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11 നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 ഇരട്ടിയായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒന്ന് വിളിച്ചു പറയാമോ? ഞാൻ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000. ഇതിന്റെ അകത്തൊരു പ്രോമിസ് കിടപ്പുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാനത് പിടിച്ചെടുക്കും. ഇതിന്റെ അകത്തൊരു വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എന്റേതാണ്. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഇപ്പോൾ ഉള്ളതിനെ എത്ര പേർ പറയും? ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 ഇരട്ടി, 1000-fold ബ്ലെസ്സിങ് എന്റെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഞാൻ 1000 ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെടും. അത് ഭൗതികത്തിൽ മാത്രമല്ല, എന്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടും. എന്റെ ജനറേഷൻ, എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ എന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. ഞാൻ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും. ഞങ്ങളുടെ വീട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെടും. ഞാൻ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ എന്റെ ഭവനം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമാകും. ഞങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമാകും. ഞങ്ങളുടെ ചുറ്റുപാടുകൾക്ക് അനുഗ്രഹമാകും. ഞങ്ങളുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറാൻ തുടങ്ങും. ആരോടൊക്കെ ഞാൻ ബന്ധപ്പെടുന്നോ അവർക്ക് ഞാൻ ഒരു അനുഗ്രഹമായി മാറും. എങ്ങനെ അനുഗ്രഹമാകും? ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 ഇരട്ടി. ആരോടൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ടാണ് ഞാൻ വിതയ്ക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നു. കേട്ടോ, ഈ പ്രഭാതത്തിൽ ഞാൻ ഐ ബിലീവ് ദാറ്റ് വേർഡ്. ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 ഇരട്ടി. ഞാൻ നിങ്ങളുടെ ജീവിതത്തെ നോക്കി പ്രവചിക്കുകയാണ്, നിങ്ങളുടെ വീടിനെ നോക്കി പ്രവചിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ഐ പ്രൊഫസൈ ഇൻ ടു യു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 ഇരട്ടി നിങ്ങളുടെ സമാധാനത്തിൽ, നിങ്ങളുടെ സന്തോഷത്തിൽ, നിങ്ങളുടെ ഭൗതികമായ രംഗത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 ഇരട്ടി, 1000-fold വർദ്ധിക്കുകയാണ്. 1000 times കർത്താവ് നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നോക്ക്, സ്വന്തം പുത്രനെ നോക്ക്, ദൈവവചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും. നോക്ക്, എവിടെയാ ഇത് തുടങ്ങിയെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്ക്, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. നോക്ക്, ദൈവം എബ്രഹാമെ, ഒരു വ്യക്തിയെ ദൈവം വിളിക്കുകയാണ്. ഹിസ് നെയിം ഈസ് എബ്രഹാം. നമ്മള് വിശ്വാസികളുടെ പിതാവെന്ന് പറയും. നമ്മള് എബ്രഹാമിനെ ദൈവം വിളിച്ച് ദൈവം എബ്രഹാമിനെ അനുഗ്രഹിച്ചു. ദൈവം എബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പം ദൈവം തലമുറകളെ കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. വർധനവിനാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് വാക്ക് എബ്രഹാമിനോട് പറയുകയാണ്. നോക്ക്, ആ എബ്രഹാമിനെ അനുഗ്രഹിച്ച് തന്റെ തലമുറകളെ അനുഗ്രഹിച്ചിട്ട് കർത്താവിന് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, ഞാൻ എബ്രഹാമിന്റെ ദൈവമാണ്, ഞാൻ എബ്രഹാമിന്റെ ദൈവമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെയും കർത്താവ് ഇവർക്ക് ഈ അനുഗ്രഹം മാത്രമേ, ഞങ്ങൾക്ക് അനുഗ്രഹം മാത്രമേ പറയാനുള്ളൂ. നോക്ക്, നിത്യത എന്ന് പറയുന്നത് അത് റിസർവ്ഡ് ആണ്.
നിങ്ങൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ബ്രദർ എന്നെ നിത്യതയെ കുറിച്ച് നിത്യത റിസർവ്ഡ് ആണ്. ഞാൻ ഓൾറെഡി ഐ മീൻ എറ്റേണിറ്റി അവന്റെ കൂടെ സ്വർഗീയ തലങ്ങളിൽ ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഐ എം നോട്ട് വെറീഡ് അബൌട്ട് ഇറ്റ്. എന്റെ കഴിവ് കൊണ്ടോ എന്റെ മിടുക്കുകൊണ്ടോ ഞാൻ ഒത്തിരി നല്ലവനായതുകൊണ്ടോ എനിക്ക് ലഭിക്കുന്നതല്ല നിത്യത. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ കർത്താവും രക്ഷകനുമായി ഞാൻ സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് അവന്റെ വചനത്തിൽ അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് നടക്കുന്നത് കൊണ്ട് എനിക്ക് സൗജന്യമായി കിട്ടുന്നതാണ് നിത്യത. ഫ്രീ ആണ്. നമ്മൾ ഈ കടയിലൊക്കെ സാധനം മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവസാനം ബില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ ആ കൗണ്ടറിന്റെ അടിയിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് പറയും ഇത് ഇതിന്റെ കൂടെ ഫ്രീ ആണ് എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പം എനിക്ക് സൗജന്യമായി ലഭിച്ചതാണ് നിത്യത. എന്തുകൊണ്ടാണ് ഇത് സൗജന്യമായത്? ഇതിന്റെ വില, ദ പ്രൈസ് ഹാസ് ബീൻ പെയ്ഡ്. എന്തുകൊണ്ടാ ആ ഷോപ്പ് കീപ്പർ നോക്ക് ആ ബില്ല് ചെയ്ത ആള് ഇത് ഫ്രീ ആയിട്ട് തന്നത്? അതിന്റെ വില നിങ്ങളുടെ മറ്റേ സാധനത്തിന്റെ കൂടെ അവർ എടുത്തു ഓൾറെഡി. ഈ തന്ന ഈ ഗിഫ്റ്റിന്റെ നോക്ക്, സർഫ് വാങ്ങിച്ചപ്പോൾ ഒരു സോപ്പ് ഫ്രീ എന്ന് പറയുന്ന പോലെ ആ സോപ്പിന്റെ വിലയും കൂടെ ഏതിനകത്തുണ്ട്? സർഫിന്റെ അകത്ത് ആ സോപ്പിന്റെ വിലയും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ദ പ്രൈസ് ഹാസ് ബീൻ പെയ്ഡ്, ദ എറ്റേണിറ്റിക്കുള്ള പ്രൈസ് ഹാസ് ബീൻ പെയ്ഡ്. ഞാൻ യേശുവിനെ എന്റെ കർത്താവും രക്ഷകനുമായിട്ട് ഞാൻ സ്വീകരിക്കുമ്പോൾ അതിന്റെ കൂടെ നിത്യത എനിക്ക് സൗജന്യമാണ്. എന്റെ കഴിവുകൊണ്ടോ എന്റെ മിടുക്കുകൊണ്ടോ ഒന്നും എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ അത് എനിക്ക് ഫ്രീലി അവൈലബിൾ ആണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. എന്നാൽ പ്രോമിസ് അങ്ങനെയല്ല. അത് ഞാൻ വിശ്വസിക്കണം, അതിനുവേണ്ടി ഞാൻ സ്റ്റെപ്പ് എടുക്കണം, അതിനുവേണ്ടി ഞാൻ മുമ്പോട്ട് പോകണം. അങ്ങനെ പോകുമ്പം നോക്ക്, എബ്രഹാമിനെ ദൈവം വിളിച്ചു അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞു. അവസാനം എബ്രഹാമിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വാർദ്ധക്യമായി, എനിക്ക് പ്രായമായി, സാറായുടെ ഗർഭപാത്രം നിർജീവമായി, തന്റെ പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ടു. നോക്ക, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമായപ്പം ദൈവം എബ്രഹാമിനോട് പറയുക, നീ ഇനി പുറത്തോട്ടൊന്ന് വന്നേ. നമുക്കൊരു വാക്യം വായിക്കാം. അതിലെ 15-ാം അധ്യായം 5-ാം വാക്യം. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു, നീ ആകാശത്തിലേക്ക് നോക്കുക, നീ ആകാശത്തിലോട്ട് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്നും അവനോട് കൽപ്പിച്ചു. അവൻ യഹോവെങ്കിൽ വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു. നോക്ക്, ആ പുറത്തോട്ട് കൊണ്ടുവന്ന് പറഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു. നോക്ക്, ഭൂമിയിലെ മണൽത്തരിയെ കാണിച്ചു. നോക്ക്, ഈ ആകാശത്തിലെ നക്ഷത്രവും ഭൂമിയിലെ മണൽത്തരിയും ഒന്നും ചൈൽഡ് ബർത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ കർത്താവ് ഒരു വാഗ്ദത്തം പറയുമ്പം നോക്ക്, എന്റെ ഹൃദയദൃഷ്ടി കർത്താവ് ഒന്ന് തുറക്ക. ഞാൻ ഇതുപോലെ, നീ ഈ നക്ഷത്രങ്ങളെ കണ്ടോ, നീ ആകാശത്തിലെ ഈ മണൽത്തരിയെ കണ്ടോ, ഇതുപോലെ ഞാൻ നിന്റെ തലമുറയെ എണ്ണാവെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ് നിന്റെ തലമുറകളെ ഞാൻ വർദ്ധിപ്പിക്കും. നോക്ക്, കർത്താവ് ഒരു പ്രോമിസ് പറയുകയാണ്. അതായത് ഈ പ്രോമിസിന് ഒരു ടൈം ഉണ്ട് കേട്ടോ, എപ്പോഴും നിശ്ചയമായിട്ട്. എബ്രഹാം നോക്ക്, അവിടെ നമ്മൾ കാണുകയാണ്, ഹി വെയിറ്റഡ് ഫോർ 25 years, 25 വർഷം ആ വാഗ്ദത്തം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഓ ഇനിയും കിട്ടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ട്. ഈ എലിയാസർ ആണെങ്കിലും എന്റെ കുഞ്ഞായിട്ട് ഇരുന്നാ മതി, എന്റെ അവകാശിയായിട്ട് ഇരുന്നാ മതി എന്നൊക്കെ എബ്രഹാം പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല, റിന്യൂ ചെയ്യും പ്രോമിസ്. നമ്മൾ അതുപോലെ തന്നെ ഈ വാഗ്ദത്തം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? വിളിച്ചു പറയണം. യു ഷുഡ് ഡിക്ലെയർ ദ പ്രോമിസ്. എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഉയർച്ച തന്നെ പ്രാപിക്കും. പറയണമെന്നേ, ഉയർച്ച തന്നെ പ്രാപിക്കും. വിളിച്ച് എല്ലായിടത്തും ക്രിസ്തുയേശു മുഖാന്തരം എന്നെ ജയോത്സവമായിട്ട് കർത്താവ് നടത്തും. ഈ വാഗ്ദത്തം എനിക്കും എന്റെ തലമുറകൾക്കും ഉള്ളതാണെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് അങ്ങനെ തന്നെ വരും. എന്ത് ചെയ്യണം? വിളിച്ചു പറയണം. ഇടയ്ക്ക് കർത്താവ് എബ്രഹാമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ അവരെ മുഴുവൻ അവിശ്വാസത്തിന്റെ കെട്ട് അവരുടെ ഉള്ളിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഇല്ല, ഇവളിൽ നിന്ന് രാജാക്കന്മാർ പുറപ്പെട്ടു വരും. നോക്ക്, തലമുറകളെ കുറിച്ച് സംസാരിക്കുകയാണ്. തലമുറകളിൽ വരാൻ പോകുന്ന രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും കുറിച്ച് സംസാരിക്കുകയാണ്. നാം നോക്ക്, വാഗ്ദത്തങ്ങൾക്ക് ചത്ത് കിടക്കുവാണോ, ഇനിയും ഉപേക്ഷിച്ചിട്ടിരിക്കുവാണോ? അതിന് ചിറവ് വെപ്പിക്കണം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ചിറവ് വെപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുകയാണ് എബ്രഹാമിനെ വിളിച്ചുകൊണ്ട്. എബ്രായ ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയ
തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് എന്ത് ചെയ്തു? കർത്താവ് സത്യം ഞാൻ ചെയ്തു. നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ അങ്ങനെ എന്താ ചെയ്ത്? അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം ഞാൻ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. എനിക്ക് പോയിട്ട് ഒന്നും കിട്ടി. എന്റെ പൊന്നെ, നീ ജീവനോടെ ഇരിക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഇന്നത്തെ ദിവസം കണ്ടത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ വിചാരിച്ച പോലെ ചില കാര്യങ്ങളൊക്കെ നടന്നില്ലെന്ന് വരും. പക്ഷേ വിചാരിച്ചതിലും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും കർത്താവ് നടത്തും. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് നമ്മൾ ഷോർട്ട് സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. എനിക്ക് ചോദിക്കാനും നനയ്ക്കാനും ഒക്കെ ഇത്രയ്ക്കുള്ള കഴിവേ ഉള്ളൂ. എന്റെ ഈ ഹ്യൂമൻ വിസ്ഡത്തിൽ, ഈ ബുദ്ധിക്കകത്ത് എനിക്ക് ഉയർച്ച എന്ന് പറയുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. പക്ഷെ എന്റെ കർത്താവ് ആ ലെവലല്ല കാണുന്നത്. ബ്രേസിലോ നോക്ക്, അതിന്റെ 1000 മടങ്ങ്. ഇന്ന് നമ്മൾ ആ വാക്യം വായിച്ചതുപോലെ 1000, വിശ്വസിക്കാവോ, 1000 മടങ്ങൂടെ നോക്ക്, 1000 മടങ്ങൂടെ എന്റെ കർത്താവ് അനുഗ്രഹിക്കാൻ കർത്താവ് മതിയായ ഇപ്പോഴുള്ളതിനേക്കാൾ. എന്റെ ഈ ഹ്യൂമൻ വിസ്ഡത്തെ എനിക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവവചനം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്ത ഭാരമായി. പ്രൈസ് ലോർഡ്. എന്റെ കർത്താവ് വിശ്വസ്തനാകട്ടോ. എന്റെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. നോക്ക്, അതിന്റെ നമ്മൾ ആ വാക്യം വായിച്ചപ്പം അതിന്റെ 8ാം വാക്യം ഒന്ന് വായിച്ചു. ഡ്യൂട്ടോണമിയാ കേട്ടോ. ആവർത്തന പുസ്തകം അതിന്റെ 1:8 മുതൽ ഒന്ന് വായിക്കാവോ? ഇതാ ഞാൻ ആ ദേശം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ കടന്ന യഹോവ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവിൻ. അക്കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എനിക്ക് ഏകനായി നിങ്ങളെ വഹിപ്പാൻ കഴിയുകയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതാ നിങ്ങൾ ഇന്ന് പെരുപ്പത്തിലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഇരിക്കുന്നു. നോക്ക്, നിങ്ങളെ വർദ്ധിപ്പിച്ച് കാലഘട്ടങ്ങൾ മുമ്പോട്ട് വന്നപ്പോ പറയാം, നിങ്ങളെ വർദ്ധിപ്പിച്ച് നിങ്ങളെ ദേശത്തിന് പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുപോലെ അനുഗ്രഹിച്ച് ഇതാ നിങ്ങൾ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഇരിക്കുന്നു. അതുപോലെ കർത്താവിനെ അനുഗ്രഹിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പറ്റും. വാഗ്ദത്തം ഒരിക്കലും ചാകത്തില്ല കേട്ടോ. എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ കർത്താവ് വിശ്വസ്തനാണ്. നോക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു പോയ വാക്യമാണ് എങ്കിലും പറയുകയാണ്. നോക്ക്, ഏലിയാവിനെ കർത്താവ് സറാഫത്തിലെ വിധവയുടെ അടുത്തോട്ട് വിടുകയാണ്. ഏലിയാവിനെ സറാഫത്തിലെ വിധവയുടെ അടുത്തോട്ട് വിടുമ്പം ഒരടയുണ്ടാക്കി മരിക്കാൻ അവരിയ്ക്കുകയാണ്. എന്നാൽ അവിടെ ആകെ ഒരു അടയ്ക്കുള്ളത് മാവ് മാത്രമേ ആ വീട്ടിലുള്ളൂ. എന്നാൽ ഏലിയാവ് പറയാ, നീ എനിക്ക് പോയി ഒരു അടയുണ്ടാക്കിക്കൊണ്ട് വാ, എനിക്ക് ഒരട ചുട്ടുകൊണ്ട് വാ എന്ന് പറയുമ്പം അതേ പാത്രത്തിൽ നിന്ന് 3.5 വർഷം, 1, 2 അല്ല, 3.5 വർഷം. 3.5 വർഷം എന്ന് പറഞ്ഞാൽ 1000 ദിവസം കേട്ടോ. 3.5 വർഷം എന്ന് പറഞ്ഞാൽ 3.5 വർഷം അതേ പാത്രത്തിൽ നിന്ന് നിങ്ങളുടെ എണ്ണ കുറയത്തില്ല. നിങ്ങളുടെ കലത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല. ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകത്തില്ല. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 മടങ്ങ് എന്റെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. എന്റെ കർത്താവ് മാനിക്കാതെ വിടത്തില്ല കേട്ടോ. അവന്റെ പ്രോമിസ് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ച് നിങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്റെ ജീവിതത്തിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യം. ജസ്റ്റ് ബിലീവ്. എന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചാൽ മതി. ജസ്റ്റ് ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ജസ്റ്റ് റിസീവ് ദ പ്രോമിസ്. ആ വാഗ്ദത്തം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിസീവ് ചെയ്യണം. നോക്ക്, 5 അപ്പവും 2 മീനും അവിടെ ഉണ്ടായിരുന്നു. ആ 5 അപ്പവും 2 മീനും കൊണ്ട് തികഞ്ഞോ? മിച്ചവും കൂടെ വന്നു. എന്റെ കയ്യിൽ ഇതേ ഉള്ളേ, അത് മതിയെന്നേ. നിനക്ക് വലിയൊരു നോക്ക്, 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന് യേശുവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, പിന്നെ നീ ഉണ്ട്. ഈ അവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, പിന്നെ നീ ഉണ്ടെന്നേ. മൈ ഗോഡ് ഈസ് ഏബിൾ ടു ഡു എക്സീഡിംഗ്ലി അബണ്ടന്റ്ലി. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വർദ്ധിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റും. മൈ ഗോഡ് വിൽ ബ്ലസ് യു. ഇന്ന് ജീവിതത്തിലെ ഏത് സാഹചര്യത്തില താന്നു കിടക്കുന്നൊന്നും നോക്കണ്ട. അവിടുന്ന് ദൈവത്തിന് ഉയർത്താൻ പറ്റും. ഒരു സാധ്യതയുമില്ലായിരുന്നു എബ്രഹാം, അല്ലേ? എല്ലാം വാർദ്ധക്യമായി, എല്ലാം നഷ്ടപ്പെട്ടു. ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇനി ഒന്നും നടക്കത്തില്ല. ഏത് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയാലും ഇനി ഒന്നും നടക്കത്തില്ല.
പക്ഷെ ദൈവശക്തി ഇറങ്ങി അവരുടെ മേൽ വന്നു. അവർ വിശ്വസിച്ചപ്പോൾ when they believed, അവൻ വിശ്വസിച്ചു, അതവന് നീതിക്കായി കണക്കിട്ടു. He believed and that was counted to righteousness. നീതിക്കായി കണക്കിട്ടു. ജസ്റ്റ് ബിലീവ്. ഇന്ന് പകല് ആ കേട്ടവ 1000 മടങ്ങ് അനുഗ്രഹിക്കുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ കേട്ടെങ്കിൽ അതൊന്ന് വിശ്വസിക്കാമോ? 1000 മടങ്ങൂടെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇനി 1000 മടങ്ങൂടെ ഇപ്പം ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി ശക്തിയോടെ ശുശ്രൂഷിക്കുമെന്ന് ഒന്ന് വിശ്വസിക്കാമോ? ഇപ്പോൾ നേടിയതിനേക്കാൾ 1000 മടങ്ങൂടെ നിങ്ങളുടെ ആത്മാക്കളെ നേടുമെന്ന് വിശ്വസിക്കാമോ? ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 മടങ്ങൂടെ ഭൗതികമായി നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കാമോ? ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 മടങ്ങൂടെ ആരോഗ്യത്തിൽ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. യൗവനം കഴുകനെ പോലെ പുതുക്കി വരുമെന്ന് എഴുതിയിട്ടുണ്ടെന്നേ. നമ്മൾ അതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ആകും. പലപ്പോഴും നമ്മളിലോട്ട് ചുരുങ്ങാതെ അവനിലോട്ടൊന്ന് നോക്കിക്കേ. അവനിലോട്ട് നോക്കുന്നവരാ പ്രകാശിതരാണ്. നമ്മൾ പലപ്പോഴും ഗോഡ് ഈസ് ഏബിൾ, ഞാൻ ഇല്ലെന്നേ. പലപ്പോഴും എനിക്ക് ബലഹീനത ഉണ്ട്, എന്നാൽ അവന്റെ ശക്തി എന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും. മൈ ഗോഡ് ഈസ് ഏബിൾ to empower me. മനസ്സിലായോ? ആ കർത്താവിലോട്ട് നോക്കിയാൽ മതി. ഈ പ്രോമിസ് ഒരിക്കലും ചാകത്തില്ല. ഇറ്റ് വിൽ കം ടു പാസ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. എത്ര പേർ അതിനൊരു ആമീൻ പറയും? ഈ പ്രോമിസ് എന്റെ ജീവിതത്തിൽ നടക്കും. 1000 മടങ്ങും കൂടെ, 1000 മടങ്ങും കൂടെ എന്റെ കർത്താവ് എനിക്ക് തരാൻ പോവുക. സ്പിരിച്വലി വർദ്ധിക്കും. സ്പിരിച്വലി എന്നെ കർത്താവ് ഉയർത്തും. ആത്മീയമായി എന്നെ കർത്താവ് ഉയർത്തും. ഇന്നുള്ളതിനേക്കാൾ 1000 മടങ്ങൂടെ ആത്മീയമായി എന്റെ കർത്താവ് എന്നെ നിറയ്ക്കും. ദൈവ കൃപ കർത്താവ് എനിക്ക് തരും. അഭിഷേകം കർത്താവ് 1000 മടങ്ങ് അഭിഷേകം കിട്ടിയാൽ വല്ല കുഴപ്പമുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? 1000 മടങ്ങൂടെ ഇന്നുള്ളതിനേക്കാൾ 1000 മടങ്ങൂടെ അഭിഷേകം കർത്താവ് കിട്ടും. അഭിഷേകം വരുമ്പം പിന്നെ മുഖങ്ങളൊന്നും അഴിയാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. നിഴലടിക്കുമ്പം ഒരു സൗഖ്യമാണ്. നിന്റെ ശരീരത്തിൽ നിന്ന് റൂമാലും ഒത്തിരിയോ കൊണ്ടുപോയി ഇടുന്നിടത്ത് സൗഖ്യം നടക്കും. നോക്ക്, കർത്താവിന്റെ പരിസ്ഥിതി ശുശ്രൂഷയിലൊക്കെ നടന്നതിനേക്കാൾ എത്രയോ അത്ഭുതങ്ങളാണ് ശിഷ്യന്മാരുടെ കയ്യാൽ നടന്നത്. നിഴലടിച്ചപ്പോൾ സൗഖ്യമായി. ഞാൻ ചെയ്തതിലും വലുത് എന്നിൽ വിശ്വസിക്കുന്നവരെ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നോക്ക് എത്ര വലുതാണ് അവർ ചെയ്യും. അവരുടെ മേത്തുനിന്ന് ഒരു റൂമാലും ഉത്തരയോ കൊണ്ടുപോയി ഇടുമ്പം രോഗികൾ സൗഖ്യമാകുക. വിദൂരതയിൽ രോഗികൾ സൗഖ്യമാകുക. കർത്താവ് ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഗദ്രദേശത്ത് എന്ന ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. പക്ഷേ ഉണ്ടല്ലോ, ഇവിടെ ഒരു റൂമാല് കൊടുത്തു വിടുമ്പം അവിടെ സൗഖ്യം വരിക. പറഞ്ഞത് അസാധാരണമായ സാധ്യതകൾ നിങ്ങളിലുണ്ട്. ഇപ്പോഴുള്ളതിനേക്കാൾ 1000 മടങ്ങൂടെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങൾ ചുരുങ്ങൽ. ചിലത് ഈ താടിക്ക് കൈ കൊടുത്ത് നിരാശപ്പെട്ട്, ചിലതും കണ്ട് വരുവന്നേ. കണ്ടില്ലെന്ന് വെച്ച് വേണം 25 വർഷം കഴിഞ്ഞപ്പോഴാ കുഞ്ഞു വന്നേ, ഇസഹാക്ക് വന്നേ. നിങ്ങളുടെയും ഇസഹാക്ക് വരുന്നുണ്ട്. ഐസക് ഇസ് കമ്മിങ്. ആരുടെയോ ഐസക് വരികയാണ്. ആരുടെയോ പ്രോമിസ് വരികയാണ്. ഐസക് ഇസ് കമ്മിങ്. ആ ഫയൽ അടയ്ക്കാതെ നിങ്ങൾ അടച്ചു വെക്കേണ്ട. കർത്താവ് ആ ഫയൽ തുറന്നു തന്നെ വെച്ചിരിക്കുന്നത്. കാരണം he cannot move away from his promise. തന്റെ വാഗ്ദത്തത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാൻ മാറാൻ സാധിക്കും. The promise will come to pass. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ പോവാം. എവിടെയെങ്കിലുമൊക്കെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ചില ഫയലുകളൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്, എവിടെയെങ്കിലുമൊക്കെ തീർന്നു എന്ന് പറഞ്ഞ് വിചാരിക്കുന്നു. തീർന്നിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർന്നിട്ടില്ല. പകരം 1000 മടങ്ങോടെ അനുഗ്രഹിക്കാൻ പോവാം. ഞാൻ എന്നാണേലും എന്ന് പ്രോമിസ് പിടിച്ചിരിക്കുക. ഞങ്ങളുടെ വീട് ഈ ദേശത്ത് 1000 മടങ്ങൂടെ അനുഗ്രഹിക്കപ്പെടാൻ പോവാം. ദിസ് ഹൗസ് വിൽ ബി എ ബ്ലെസ്ഡ് ഹൗസ്. അനേകർക്ക് അനുഗ്രഹമാവും. ഞാൻ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് ഞങ്ങളുടെ വീട് ഒരു അനുഗ്രഹമാവും. ഞങ്ങളുടെ ചുറ്റുപാടുകൾക്ക്, ഞങ്ങളുടെ അയൽവക്കത്തിന്, ഞങ്ങളുടെ ദേശത്തിന്, ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക്, നോക്ക് നമ്മുടെ രാജ്യമായ ഭാരതത്തിന്. നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് എന്നാ വേണം? നിങ്ങളുടെ ദേശത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞേ. ഇന്നലെ മടിക്കുന്നേ. ഏറ്റവും കൂടുതൽ ടാക്സ് ഞാനായിരിക്കും ഞങ്ങളുടെ ദേശത്ത് കൊടുക്കുന്നത്. രാജ്യത്തിന് കൊടുക്കുക, ദൈവരാജ്യത്തിന് കൊടുക്കുക.
ദൈവസഭയ്ക്ക് കൊടുക്കുക. അതാ ഈ തോമസുദ്ധാർ ഇടയ്ക്ക് പറയും, സമൃദ്ധി എന്ന് പറയുന്നത് ഉള്ളതല്ല, കൊടുക്കാനുള്ള മനസ്സാണ് സമൃദ്ധി എന്ന് പറയുന്നത്. ടാക്സ് കൊടുക്കണം, നമ്മുടെ രാജ്യത്തിന് കൊടുക്കണം, ഒരാവശ്യത്തിന് മുമ്പിൽ നിൽക്കുന്നവർക്ക് കൊടുക്കണം. അതിന്റെ പേരാ ബ്ലെസ്സിങ്. അല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ ഇത്ര ഉണ്ടെന്നുള്ളതല്ല ബ്ലെസ്സിങ്. നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിയും, എടുത്താലും തീരാത്തതുപോലെ നന്മ നിങ്ങളുടെ പാനപാത്രത്തിൽ നിന്ന് ഒഴുകും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴുകും. നിങ്ങൾ എടുത്താൽ പിന്നെ അവിടെ കാണും. അത്രയും മാത്രമല്ല കാണുന്നത്, അമർത്തി കുലുക്കി കവിയുന്ന പിന്നെ അവിടെ കാണും, പിന്നെ ചവിട്ടി നിറഞ്ഞു കത്തും. സോ ലെറ്റ്സ് പ്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. 1000 മടങ്ങ് എത്ര പേർ പിടിക്കും? ഇന്ന് ഷിന റിലീസ് ചെയ്ത് പ്രാർത്ഥിച്ച് 1000 മടങ്ങൂടെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 മടങ്ങൂടെ ഈ ജനം അനുഗ്രഹിക്കും. യേശുവേ സ്തോത്രം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട വാഗ്ദത്തം യേശുവിന്റെ നാമത്തെ റിലീസ് ചെയ്യുന്നു. ഇപ്പോഴുള്ളതിനേക്കാൾ 1000 മടങ്ങ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ആരോഗ്യത്തിൽ, അവരുടെ സമ്പത്തിൽ, അവരുടെ സൗന്ദര്യത്തിൽ, അവരുടെ ബുദ്ധിയിൽ, എല്ലാ മേഖലകളിലും എന്റെ കർത്താവിന്റെ കാര്യം അവരെ തൊട്ട 1000 മടങ്ങ്, ഇപ്പോഴുള്ളതിനേക്കാൾ 1000 മടങ്ങ് വർധനവ് യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അത്ഭുതം നടക്കട്ടെ. കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. വാഗ്ദത്തം നിറവേറട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്താൽ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദാനമായി കിട്ടിയ അധികാരത്തിന്മേൽ നിന്നുകൊണ്ട് ഇന്ന് കേട്ട വചനം ഈ പ്രിയ മക്കളുടെ ജീവിതത്തിലേക്ക് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 മടങ്ങ് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ആരോഗ്യ രംഗത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ തലമുറകളുടെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടട്ടെ. നന്മയും കരുണയും അവരുടെ ആയുഷ്കാലം മുഴുവൻ യേശുവിന്റെ നാമത്തിൽ അവരെ പിന്തുടരട്ടെ. എല്ലാവരും ഫോളോ ദം. അവരുടെ പുറകെ അനുഗ്രഹം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നന്മകളാലും നിറയ്ക്കണം. ഇന്ന് പ്രഭാതത്തിൽ എന്തെങ്കിലും വെല്ലുവിളികളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ. ശൂന്യതകൾ മാറട്ടെ. ക്രിസ്തുവിന്റെ നിറവ് വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എക്സാമിന് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ദൈവകൃപ അവരുടെ മേൽ വരട്ടെ. ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവാം ദൈവം അവർക്ക് തുണ നിൽക്കുന്നതിനായി സ്തോത്രം. ഉന്നതമായ വിജയം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളം മാനിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 മടങ്ങ് റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ഞാൻ ഇന്ന് കേട്ടത് ഞാൻ പിടിച്ചിരിക്കുക കേട്ടോ. ഇന്ന് കേട്ടത് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 മടങ്ങ്. എനിക്ക് അകത്തുനിന്ന് ഭയങ്കര ഒരു ഭയങ്കര ഉത്സാഹം വരിക. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 മടങ്ങ് എല്ലാ ലെവലിലും അനുഗ്രഹിക്കപ്പെടും. സ്പിരിച്വലി അനുഗ്രഹിക്കപ്പെടും. നോക്ക്, അഭിഷേകത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഇനിയും God will give more of Holy Spirit. ചോദിച്ചുകൊള്ളുക, ഞാൻ അളവില്ലാതെ എന്നാ പറയും. ഇമ്മെഷറബിളി. കർത്താവ് തരുന്നതെല്ലാം ഇമ്മെഷറബിളിയാണ്. അളവില്ലാതെ കോരിത്തരും. നമ്മൾ എണ്ണിക്കൊടുക്കുമ്പം കർത്താവ് വാരി വിതറി കൊടുക്കുന്ന കർത്താവ്. സോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്ലസ് യു, ലവ് യു ആൻഡ് ഷെയർ ദ വീഡിയോ. ഗോഡ് ബ്ലസ് യു.